ബംഗളൂരു എഫ് സി പെഡ്രോ കാപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 33-year-old മിഡ്ഫീൽഡറെ സൈൻ ചെയ്യുന്നു. സ്പാനിഷ് തന്നെയാണ്. നമുക്കറിയാം, ഒരു സ്പാനിഷ് പ്ലെയർ തന്നെയാണ്. അവരുടെ കോച്ചും സ്പെയിനിൽ നിന്നുള്ള ഒരു പ്ലെയർ ആണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. സോ ഇദ്ദേഹത്തിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡറാണ്. ബേസിക്കലി അദ്ദേഹം ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടുള്ളൊരു താരമാണ്. ഏതാണ്ട് 300-ന് മുകളിൽ മത്സരങ്ങൾ സ്പാനിഷ് തേർഡ് ടയറിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഏതാണ്ട് 45ഓളം മത്സരങ്ങളിൽ സെഗുണ്ടയിലും ഇതും കളിച്ചിട്ടുണ്ട്, അതായത് സെക്കൻഡ് ടയറിൽ കളിച്ചിട്ടുണ്ട്. ലാലിഗയിൽ അങ്ങനത്തെ മത്സരങ്ങൾ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കളിച്ചത് ഈ പറഞ്ഞ സെഗുണ്ടയിലാണ് എന്നുള്ളതാണ്. അത് CD എൽഡനിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അവിടെ ഏതാണ്ട് 30ഓളം മത്സരങ്ങൾ ലാസ്റ്റ് സീസൺ കളിച്ചായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു നല്ല നമ്പർ ഓഫ് മാച്ചസ് ആണ്. അവരുടെ ഒരു മെയിൻ പ്ലെയർ എന്ന നിലയിൽ തന്നെ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു നമ്പർ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 22 ക്ലബ്ബുകളുള്ള ഒരു ലീഗിൽ 16ാം സ്ഥാനത്തൊക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് എന്നുള്ളതാണ്. ലാലിഗ ക്ലബ്ബായിട്ടുള്ള മയോക്കയുടെ ഒരു അക്കാഡമി പ്രൊഡക്റ്റൊക്കെയാണ് അദ്ദേഹം. പക്ഷേ അങ്ങനെ അവരുടെ സീനിയർ ടീമൊന്നും കളിച്ചിട്ടില്ല, ബി ടീമിനൊക്കെ വേണ്ടി കളിച്ചിരുന്നു. എന്താണെങ്കിലും സെഗുണ്ടയിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന നിലയിലുകൊണ്ട് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സൈനിങ് ആയി മാറും എന്നുള്ളത് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നോക്കിയ സമയത്തൊരു സെൻറ്റർ ബാക്കിലും കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. പക്ഷേ ബേസിക്കലി അദ്ദേഹം ഒരു മിഡ്ഫീൽഡർ തന്നെയാണ് എന്നുള്ളതാണ്. ഇനി ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമാണ്, 2 ദിവസങ്ങൾക്ക് മുമ്പ് മാർക്കസ് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ബ്ലാസ്റ്റേഴ്സ് ISL എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലുള്ള ഒരു സ്ട്രൈക്കറുമായിട്ട് ഒരു കണക്ഷൻ അതിനെ പറ്റിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നീട് അത് സാധിക്കുവാണ് എന്നുള്ള പേരുകളൊക്കെ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്തതാണ്. എന്നാൽ 48 മണിക്കൂർ വളരെ ക്രൂഷ്യലാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. എന്താണെങ്കിലും ആ ഒരു ഡീല് നടക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്താണെങ്കിലും പഞ്ചാബ് FC ഒരു റേസിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പഞ്ചാബ് FCയുടെ ഒരു വീഡിയോ, ഇപ്പം ലുക്കാ മാച്ചൻ്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു അങ്ങനൊരു സൈനിങ് നടന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവർ ഒരു സ്ട്രൈക്കറിലേക്ക് ഇനി എങ്ങനെയായിരിക്കും എന്നുള്ള ഡൗട്ട്ഫുള്ളാണ് എന്നുള്ളത്. എന്താണെങ്കിലും ഇത് നടന്നിട്ടില്ല. ഇപ്പം സാധാരണ നടക്കുന്ന പോലെ തന്നെ എവർ ട്രൈഡ് എവർ ഫെയിൽ എന്ന് പറയുന്നൊരു സാഹചര്യം തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. സോ എനിക്ക് പേഴ്സണലി തോന്നുന്നത് മിക്കവാറും മോഹൻ ബഗാനിൽ അദ്ദേഹം തുടർന്നില്ലെങ്കിൽ ഇന്ത്യ തന്നെ വിടാനുള്ള സാധ്യതകൾ കാണുന്നു എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് എല്ലാ ക്ലബ്ബുകളും ഒക്കെ ഒരു സ്ട്രൈക്കേഴ്സിനെയൊക്കെ കണ്ടെത്തി കഴിഞ്ഞു. സോ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ചില ബ്ലാസ്റ്റേഴ്സ് ആരാധകരെങ്കിലുമൊക്കെ ഹാപ്പി ആയിരിക്കും. കാരണം ഒരു 50-50 ആയിരുന്നു. ചിലവർക്ക് സാദിഖുവിൻ്റെ വരവ് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു, ചിലവർക്ക് വരണമെന്നുള്ള ആഗ്രഹമുള്ളവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും വരണ്ടാന്ന് ആഗ്രഹിച്ചവർ പക്ഷേ ഹാപ്പി ആയിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് നിലയ്ക്ക്. എന്താണെങ്കിലും ഇനി ട്വിസ്റ്റുകളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് തോന്നുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും ഓപ്പോസിറ്റ് കാണി ഓഷൻ സനിയ.